ആൾക്കാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, പോകാൻ പറ്റുന്നില്ലേ, എത്ര നാളായി ഇവിടെ വന്ന് നിൽക്കുന്നു. ഒത്തിരി പേര് പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. എന്നും വെഞ്ചരിച്ച് തൈലം തൂത്തും വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഓരോ കാര്യത്തിന് ഓരോ പ്രോസസ്സിങ്ങിന് ഇറങ്ങുന്നതിന് എല്ലാ സമയത്തും ഞാൻ പ്രാർത്ഥിച്ച് പറയുകയാണ് പോയിക്കൊണ്ടിരുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് പെട്ടെന്ന് പോകാൻ സാധിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞ് എൻ്റെ ആദ്യത്തേത് എനിക്ക് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു. ഞാൻ അവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി കൊടുക്കാൻ തുടങ്ങി. പക്ഷേ എല്ലായിടത്തും നിന്ന് റിജക്ഷൻ വന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ആണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് പ്രോബ്ലം കാരണം എനിക്കത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാനാണെങ്കിൽ വെഞ്ചിരിച്ച് ഉപ്പ് കൈ പിടിച്ചുകൊണ്ട് പോയി. വെഞ്ചിരിച്ച് ഉപ്പ് കഴിക്കുകയും കുറച്ച് കൈ പിടിക്കുകയും തൈലം തൂത്ത് പ്രാർത്ഥിച്ച് പോയി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മയായിരിക്കണം എന്നെ ഇൻ്റർവ്യൂ എടുക്കേണ്ടത്, എനിക്ക് ഈ ജോലി കിട്ടിയേ തീരൂ. എനിക്ക് വേറെ എൻ്റെ ഞാൻ അവിടെ ആണെങ്കിൽ UK യിലാണെങ്കിൽ 2 പേർക്കും ജോലി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. മാതാവിൻ്റെ